ഇന്ന് നമുക്കൊരു വെറൈറ്റി ഫ്രൂട്ട് കാണാം, സാന്തോളം. ഇത് നല്ല ഉരുണ്ട ഷേപ്പിലുള്ളൊരു പഴമാണ്. ഇതിപ്പോൾ പച്ചയായിട്ട് നിൽക്കുന്നതേ ഉള്ളൂ. ഇത് പഴുത്ത് കഴിയുമ്പോൾ എൻ്റെ നിറം മഞ്ഞ കളർ, നല്ല ഗോൾഡൻ കളറിലായിട്ട് ഇത് നിൽക്കും. ഇതിപ്പോൾ നമ്മളിവിടെ വാങ്ങിച്ച് നട്ടിട്ട് 6-7 വർഷമായി. പിന്നെ നിറച്ച് കായ്കളുണ്ട്. തടിയൊക്കെ പെട്ടെന്ന് ഇതിൻ്റെ വലുതാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ താഴത്തെ കൊമ്പിൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് വീഡിയോ എടുക്കാൻ പറ്റുന്നുള്ളൂ. മുകളിലൊക്കെ ഇഷ്ടംപോലെ ഇതിനകത്ത് കായ്ച്ച് നിൽക്കുന്നുണ്ട്. ഇത് പഴുത്ത് കഴിഞ്ഞാൽ ഈ പഴത്തിനകത്തൊരു വെളുത്ത നിറത്തിലുള്ള പഞ്ഞി പോലുള്ള ചുളകളാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ രുചിയെന്ന് പറഞ്ഞാൽ ഒരു മധുരവും പുളിപ്പും ഒക്കെ കലർന്നതാണ്. അല്ലാതെ ഇത് നല്ല മധുരമുള്ള പഴമൊന്നുമല്ല. നമ്മളൊരു ഫ്രൂട്ടിൻ്റെ ചെടിയൊക്കെ വാങ്ങിച്ചിടുമ്പോൾ നമ്മുടെ മനസ്സിൽ മധുരമുള്ളൊരു പഴം കഴിക്കാം, അങ്ങനെയാണല്ലേ. പക്ഷേ ഇത് അങ്ങനെയല്ല, പുളിപ്പും മധുരവും കൂടെ ചേർന്ന ഒരു പഴമാണ്. ഇത് വാങ്ങിച്ച് നട്ടപ്പോൾ സീഡ് സാന്തോളാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നല്ല മധുരമായിരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. അങ്ങനെയൊന്നും ആയിരുന്നില്ല. എല്ലാവർക്കും മധുരം മാത്രമല്ലല്ലോ ഇഷ്ടം. ഈ മധുരവും പുളിപ്പും കൂടെ ചേർന്ന ടേസ്റ്റ് പലർക്കും ഇഷ്ടപ്പെടും. സാന്തോളം 2 തരത്തിലുണ്ട്, മധുരമുള്ളതും പുളിയുള്ളതും. ഇതിപ്പോൾ മധുരമുള്ളതാണെന്ന് പറഞ്ഞാണ് വാങ്ങിച്ച് നട്ടത്. പക്ഷേ ഇതിനകത്ത് പുളിപ്പും കൂടെ ചേർന്നതാണ്. ആദ്യം കായ്ച്ച പഴങ്ങളെക്കാളും ഇപ്പോൾ കായ്ച്ച് വരുന്ന ലാസ്റ്റ് കഴിഞ്ഞ വർഷമൊക്കെ കായ്ച്ച പഴത്തിന് കുറച്ചുകൂടി മധുരം ഉണ്ടായിരുന്നു. ഫ്രൂട്ട്സിന് അല്പം മധുരം കുറവാണെങ്കിലും നല്ലൊരു തണൽ മരമാണിത്. ഇതിൻ്റെ ഇലകളൊക്കെ വലുതായതുകൊണ്ട് നല്ല തണൽ കിട്ടും. ഇതിൻ്റെ മൂട്ടിൽ ചെന്ന് നിന്നാൽ നല്ല ഇരുണ്ടാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ തടി ഉപയോഗിച്ച് ഫർണിച്ചർ ഉണ്ടാക്കുന്നുണ്ട്. പെട്ടെന്ന് വണ്ണം വയ്ക്കും. ഈ ചെടി ഇപ്പോൾ വാങ്ങിച്ച് നട്ടിട്ട് തന്നെ കുറച്ച് നാളുകളേ ആയിട്ടുള്ളൂ. ഇപ്പോൾ തന്നെ നല്ല വലുതായിട്ടുണ്ട്. മധുരത്തിന് അല്പം പുറകോട്ടാണെങ്കിൽ ഇതിൻ്റെ ഗുണങ്ങൾ വളരെ മുന്നിലോട്ടാണ്. വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള പഴമാണിത്. അപ്പോൾ പിന്നെ നാരുകളൊക്കെ ഒരുപാട് നാരുകളുണ്ട്. പിന്നെ ഇത് പഴമായിട്ടും നേരിട്ടും അല്ലാതെ ജാമ്, ജെല്ലി, അച്ചാർ ഇങ്ങനെയൊക്കെ ഇട്ട് കഴിക്കാൻ പറ്റുന്നൊരു പഴമാണിത്. നമ്മുടെ കാലാവസ്ഥയിൽ ഇത് നന്നായിട്ട് വളരും. ചില രാജ്യങ്ങളിൽ ഇത് കറികളിലും അച്ചാറിലായിട്ടും ഒക്കെ ഇടാറുണ്ട്. നമുക്ക് ഇതിപ്പോൾ അത്രത്തോളം എല്ലാവർക്കും അറിയുന്നൊരു പഴമല്ല. ഇതിൻ്റെ ഇല പഴുത്തിരിക്കുന്നതാണ് നല്ല രസമാണ്, നല്ല കളറാണ്, വലിയ ഇലകളാണ് ഇതിനുള്ളത്. ഇത് നട്ട് പിടിപ്പിക്കണമെങ്കിൽ നമുക്കിതിൻ്റെ വിത്തുകളും നടാം. അതുപോലെ തന്നെ ഇത് ഗ്രാഫ്റ്റ് ചെയ്തും നടാം. ഒരുപാട് പഴങ്ങൾ നമുക്ക് കിട്ടും. നമുക്കിതിൻ്റെ ഒരു പഴം പച്ചയ്ക്ക് പറിച്ച് കട്ട് ചെയ്ത് നോക്കാം. പച്ചയ്ക്ക് ഇതുവരെ നമ്മൾ പറിച്ച് നോക്കിയിട്ടില്ല. അപ്പോൾ ഒരു പഴം പറിച്ച് നമുക്കത് കട്ട് ചെയ്ത് നോക്കാം. ഇത് വിളഞ്ഞിട്ടില്ല. ഇത് എങ്ങനെ ഇരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഒരെണ്ണം പറിച്ചതാണ്. ഒരുപാടുണ്ടല്ലോ, അതുകൊണ്ട് ഒരെണ്ണം പറിച്ച് നോക്കാം എന്ന്. അപ്പോൾ നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. മുറിച്ച് നോക്കിയപ്പോൾ ആദ്യം മുറിച്ച ഭാഗം അവിടെ അങ്ങ് നമ്മൾ ആപ്പിളൊക്കെ കട്ട് ചെയ്യുമ്പോൾ നിറം മാറുന്ന കണക്ക് മാറിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിരിക്കുന്നത്. ഇത് നമ്മുടെ വീട്ടിൽ കഴിഞ്ഞ വർഷം കായ്ച്ചതാണ്. അപ്പോൾ അന്ന് നമ്മൾ പറിച്ച് അത് മുറിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ കൂടി കാണിച്ചിരുന്നത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. വലിയ കുരുവാണ് ഇതിനകത്തുള്ളത്.